എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, കേൾക്കുക, അതെന്താ സംഭവമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ന് നമ്മൾ ടിപ്പിടുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ടാണ് പോകണേ. ഇന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം ഏതാണെന്നൊക്കെ നമുക്ക് കാണാൻ പോകാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. നമുക്ക് എന്ത് സംഭവം വെച്ചിട്ടാണ് നമ്മുടെ മുഖത്തിന് ഭംഗി വരുത്തതെന്ന് നോക്കാം. ഇന്നൊരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കുമർ എടുത്തിട്ടുണ്ട്, കുക്കുമർ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും കുക്കുമറും അതിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാനിതിൻ്റെ തോട് നന്നായിട്ടൊന്ന് കളയുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് പകുതി എടുത്തുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ള കുക്കുമർ കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ട കേട്ടോ. ബാക്കി കഴിക്കാം, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ മുഖത്തിനും കൂടെ ഒന്ന് സൗന്ദര്യം കൂട്ടാമെന്ന് കരുതിയിട്ട് കുറച്ച് മുഖ സൗന്ദര്യത്തിനെടുക്കാം, ബാക്കി ഉള്ളിലോട്ട് കഴിക്കാം. അപ്പോൾ കുറച്ച് ഇത്രയും മതി കേട്ടോ. ഇത് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് ഒന്ന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടേ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്തിട്ട് ഇന്നലെ നമ്മൾ വെള്ളരിക്കയുടെ ഒരു ഇത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അതിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ രണ്ടിൻ്റെ നീരാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ചിട്ട് മിക്സിയിൽ അടിക്കുന്നുണ്ട്, സെപ്പറേറ്റ് മിക്സിയിൽ അടിക്കുന്നില്ല. രണ്ടും ഒരുമിച്ച് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇച്ചിരിച്ചിട്ട് അടിച്ചെടുത്താൽ നമുക്ക് അത് അരയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് എടുത്ത് വന്നതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഒരു പീസ് കഴിക്കാം. അരച്ചെടുത്തോണ്ട് വരട്ടെ, കാണാമോ നിങ്ങൾക്ക്? ഞാൻ മിക്സിയുടെ ജാറിട്ട് രണ്ടും കൂടെ അരച്ചെടുത്തിട്ട് വന്നേ. നമുക്കിത് തന്നെ വേണമെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല പാല് പോലെ ഇരിക്കുന്നുണ്ട്, അത് തന്നെ വേണമെങ്കിൽ നമുക്ക് മുഖത്തോ ദേഹത്തോ ഒക്കെ തേച്ച് കൊടുക്കാം. അപ്പം ഞാനിതിനെ അരിച്ചെടുക്കുന്നുണ്ട്. പുതിയൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അരിപ്പൊക്കെ നമ്മൾ കുറേ വാങ്ങിച്ച്, നമ്മൾ ഹോൾസെയിൽ കടയിൽ പോകുന്ന സമയത്ത് അരിപ്പൊക്കെ സെറ്റോടെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങുമ്പോൾ സെറ്റോടെ വാങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 7-8 ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ബ്യൂട്ടി ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. എണ്ണ കാച്ചൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബ്യൂട്ടി ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് സ്പൂണൊന്നും എടുക്കണ്ട, കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കറക്കി കൊടുക്കാം. കറക്കി അതിൻ്റെ നീരിനെ നമുക്കെടുക്കാം. നന്നായിട്ട് അരഞ്ഞതുകൊണ്ട് ഇതിൽ വേസ്റ്റൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് വന്നത് കൊണ്ട് ഞാൻ അത് ഒരുമിച്ച് കുറച്ച് ഇട്ടാലുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ അരയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ, എന്തായാലും നമ്മൾ ഒരുമിച്ച് ഇതിനെ മിക്സാക്കാൻ പോകുന്നു. അപ്പം പിന്നെ സെപ്പറേറ്റ് കാണിക്കേണ്ട കാര്യമില്ല. രണ്ടും ഒരുമിച്ച് ഞാനതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഈ ബൗളിൽ തന്നെ, ആ കുഞ്ഞു ബൗളിലോട്ട് നമുക്ക് അതിൻ്റെ നീരിനെ ഒഴിക്കാം. ഞാൻ ബൗളൊന്ന് കഴുകി എടുത്തിട്ട് പിന്നെ വേറെ എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ നീരിനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ വേറെ സംഭവമൊന്നുമില്ല കണ്ടോ. നമുക്ക് ഈ ബൗളിൽ തന്നെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇതൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കണം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ നമ്മുടെ വെള്ളരിക്കയും മഞ്ഞൾപ്പൊടി വെച്ചുള്ള സംഭവം നിങ്ങൾ കണ്ടിരിക്കും. അതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേൻ നല്ല മുഖം വെട്ടിത്തിളക്കാൻ അടിപൊളിയാണ്. ഇന്നലെ നമ്മൾ വെള്ളരിക്കയും മഞ്ഞളും കൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടും.
അപ്പം തേനും മഞ്ഞളും കുക്കുമറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസുമായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ പിന്നീടുണ്ടല്ലോ, ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല. പിന്നീട് നമ്മുടെ കുളിക്കാൻ സമയത്ത് ഞാൻ എൻ്റെ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യും. അത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങൾ മുഖത്തിടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ കാണിക്കുന്നുണ്ട്. മുഖത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് എൻ്റെ ബോഡിയിലോട്ട് അത് അപ്ലൈ ചെയ്യും. അപ്പം നമുക്കിതിന് മുഖത്തിടുന്നത് കാണാം. ഇതിനെ ഞാൻ അടച്ച് വെച്ചിട്ട് വരട്ടെ. അടച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ വയ്ക്കാം. ആവശ്യത്തിന് സമയമാകുമ്പോൾ എടുക്കാം. ഞാൻ മുഖമൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം പൊട്ടൊക്കെ. 2-3 ദിവസം കൂടെ പൊട്ട് മാറ്റുന്ന ഞാനിപ്പോൾ നിത്യവും പൊട്ട് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. മുഖത്തെ കരിവാളിപ്പ് മാറാൻ ബെസ്റ്റാണ്. വെയിൽ കൊണ്ടുവരുന്ന മുഖത്തിനായാലും മുഖത്തെ കറുത്ത പാട് കുരുക്കൾ ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ കാക്കപ്പുള്ളിയുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു കറുത്ത പാടുണ്ട്. പിന്നെ പ്രായത്തിൻ്റേതായ ചുളിവുകളും ഉണ്ട്. അല്ലാതെ പറയും മുഖക്കുരു സംഭവമൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഈ കറുത്ത പാടുകളും വെയിൽ കൊണ്ടുവരുന്ന മുഖത്തിനുമൊക്കെ കണ്ണിൻ്റെ താഴത്തുള്ള കറുപ്പുണ്ടല്ലോ, കണ്ണിൻ്റെ ഇവിടെയൊക്കെയുള്ള കറുപ്പുകൾ മാറാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ കഴുത്തിലൊന്നും ഇടുന്നില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ സംഭവം ഉണ്ടല്ലോ, അതിനെ ഞാൻ പിന്നീട് ഇടും. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം മുഖത്തിടുന്നു. നമ്മൾ ഈ കൂട്ടുണ്ടാക്കിയിട്ട് നിങ്ങളെ ഇട്ട് കാണിച്ചില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഡോക്ടർമാർ പറയുന്നത് പോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ. ഡോക്ടർമാർ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാരെ നമ്മളൊന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നമുക്കൊക്കെ ചെയ്ത് നമ്മുടെ മുഖത്തിനും ഫേസിനും ഒന്നും കുഴപ്പമില്ലെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുകയുള്ളൂ. ഇപ്പം എന്തായാലും ഇത് വെള്ളം പോലെ ഇരിക്കത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഇട്ട് നോക്കുക. നല്ല അടിപൊളി ഒരു സംഭവമാണ്. എപ്പോഴും ഞാൻ എൻ്റെ കയ്യിലും കാലിലൊക്കെ ഇട്ട് കാണിക്കില്ല. ഞാൻ ബോഡിയിൽ തേക്കുന്ന സമയത്ത് കഴുത്തിലും കാലിലൊക്കെ ഇടും. അപ്പം ഞാൻ കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇത് വെള്ളമായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഉണങ്ങി പിടിക്കുന്നവരോ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ പരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. അടുത്ത വീട്ടിൽ പട്ടി കുരയ്ക്കുന്നുണ്ട്. ബായ്. ഇപ്പം ഞാൻ മുഖം ഉണങ്ങിയിട്ടുണ്ട്. ഞാനത് ആദ്യം കാണിക്കണ്ടെന്ന് കരുതി, പിന്നെ കരുതി നിങ്ങളത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ബാത്റൂമിലാണ് നിൽക്കുന്നത്. തുണി വെച്ച് തുടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം വെച്ചൊന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ വലിയവരായിപ്പോവും. നമ്മൾ ആ ഉണങ്ങിയിരിക്കുന്നതിലിട്ട് വെറുതെ കൈ വെച്ച് വലിച്ചാൽ, കയ്യോ തുണിയോ വെച്ച് വലിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. അതിനു മുമ്പ് നമ്മൾ വെള്ളം വെച്ചതിനൊന്ന് നന്നായിട്ട് വെള്ളം നനവ് കൊടുക്കുക മുഖത്തിന്. അതിന് ശേഷം മാത്രം മുഖം കഴുകുകയോ തുണി വെച്ച് തുടച്ചെടുക്കുകയോ ചെയ്യുക. ആദ്യം കാണിക്കണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് വേണ്ട, ഇട്ടത് മാത്രം കണ്ടാൽ പോരല്ലോ, ഇട്ടതിന് ശേഷമുള്ളതും കൂടെ കാണട്ടെ.
നമ്മുടെ ഫേസ് അങ്ങോട്ട് മാറുന്നുണ്ടല്ലേ. ഫോണ് ഒരു കയ്യിൽ സ്റ്റാൻഡൊന്നും എടുത്തില്ല ഞാൻ കേട്ടാ. എൻ്റെ ഒരു കയ്യിൽ ഫോണും മറു കയ്യിൽ ഞാൻ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. സംസാരിക്കാതെ നിൽക്കുമ്പോൾ നിങ്ങളാരും കണ്ട പിന്നെ മുഖമൊക്കെ ഒന്നുകൂടെ തിടക്കണം കേട്ടാ. ഫോൺ ഒരു കയ്യിലിരിക്കണോണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളടുത്ത് കാണിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ക്ലീനായിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്തതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് കാണിക്കുന്നില്ല, കഴുകുന്നതൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കരുതി അത് വേണ്ട, കഴുകുന്നതും കൂടെ നിങ്ങളൊന്ന് മാറ്റവും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. കണ്ടോ?